الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബ് നമ്മളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അതിനാൽ നമ്മെ വെറുതെ വിട്ടിട്ടില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞ് നമ്മെ സൃഷ്ടിച്ച് അങ്ങനെ വിട്ടിരിക്കുകയല്ല, മറിച്ച് നമ്മുടെ മോക്ഷത്തിനും രക്ഷയ്ക്കും നന്മക്കുമായി പ്രവാചകന്മാരെ അയച്ചു, വേദഗ്രന്ഥങ്ങൾ ഇറക്കിത്തന്നു. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാന കണ്ണിയായി വന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകൻ അയച്ചിട്ടില്ല എന്ന്. എല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂൽ അനുഗ്രഹമാണ്, കാരുണ്യമാണ്. പക്ഷേ ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞവർ, എല്ലാവർക്കും അതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ സാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മഹാഭാഗ്യവാന്മാരാണ്. ഫഹുവ റഹ്മത്തുഹുൽ മുഹ്ദാത്ത് ലിഇബാദിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ പ്രവാചകത്വവും പ്രവാചകനും അള്ളാഹു അവന്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് വേണ്ടി കൊടുത്ത വലിയൊരു ഗിഫ്റ്റാണ്.
ഫൽമുഅ്മിനൂന ബിഹി ഖബിലൂ ഹാദിഹി റഹ്മ. ഈ അനുഗ്രഹത്തെ ശരിയായ വിധത്തിൽ സ്വീകരിക്കുവാൻ സാധിച്ചവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. വശകറൂഹ വഖാമൂ ബിഹ. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും അതിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുവാനും സാധിച്ചവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ തൗഫീഖ് കിട്ടാതെ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാരുണ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ തെറ്റിദ്ധരിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്തു. ഇസ്ലാമിന്റെ എതിരാളികൾ പടച്ചുവിട്ട പല അന്യായങ്ങളും കളവുകളുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ വലിയ അനുഗ്രഹത്തെയും തെറ്റിദ്ധരിച്ച് നിഷേധിച്ചു പോയ ആളുകളുണ്ട്. അവരതുകൊണ്ട് തന്നെ അതിനെ നിഷേധിച്ചു. വബദ്ദലൂ നിഅമത്തല്ലാഹി കുഫറ. അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹത്തെ അവർ നിഷേധമായി നന്ദികേടായി മാറ്റുകയും ആ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. വഅബൗ റഹ്മത്തല്ലാഹി വനിഅമതഹു. ആ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പടച്ചറബിന്റെ ആ നിഅമത്തിനെയും റഹ്മത്തിനെയും അവർ നിരാകരിക്കുകയാണ് ചെയ്തത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരാണ്, പ്രവാചകത്വം അംഗീകരിച്ചവരാണ് എന്നുമൊക്കെ അവകാശപ്പെടുമ്പോൾ, ആ പ്രവാചകന്റെ അനുയായികളാണ്, ആ പ്രവാചകനോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ട് എന്നൊക്കെ നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ആ പ്രഖ്യാപനങ്ങളോട് നമുക്ക് നീതി പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ആ പ്രവാചകനെ യഥാവിധി അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത്, ഖുർആനിന്റെ വരികളിലൂടെ നമുക്ക് വായിച്ചു പോകുവാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഏതൊരു ഉപദേശവും പ്രവാചകന്റെ ഏതൊരു വാക്കുകളും ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ ആദ്യ ഭാഗം നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി അള്ളാഹു അത് നമ്മെ അറിയിക്കുന്നുണ്ട്. വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രങ്ങൾ തന്നെയാണ് സത്യം. ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സന്ദർഭമുണ്ട്. മാ ضل സാഹിബുക്കും വമാ ഗവാ. നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിതെറ്റിയിട്ടില്ല. അദ്ദേഹം ഒരിക്കലും അവിവേകം തെറ്റായ മാർഗത്തിലൂടെ പോയവനല്ല. വമാ യൻതിഖു അനിൽ ഹവാ. അദ്ദേഹം ദേഹേച്ഛയനുസരിച്ച് സംസാരിക്കുന്നവനല്ല. മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ആ പ്രവാചകന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ. അല്ലമഹു ഷദീദുൽ ഖുവ. ശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അദ്ദേഹത്തിന് ആ വഹീന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തത് എന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ ആ പ്രവാചകന്റെ മഹത്വവും സ്ഥാനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നക്ഷത്രത്തെ സത്യം ചെയ്തു പറഞ്ഞതിൽ ചില യുക്തിരഹസ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം പണ്ഡിതന്മാർ ഉണർത്തുന്നു. വഅഖ്സമ ബിന്നുജൂമി അലാ സിഹ്ഹതി മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹീനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞത് വന്നജ്മി ഇദാ ഹവാ. ആ നക്ഷത്രത്തെ സത്യപ്പെടുത്തിയതിൽ ചില രഹസ്യങ്ങളുണ്ട്. ലിഅന്ന ഫീ ദാലിക മുനാസബത്തുൻ അജീബ. വഹയുമായും പ്രവാചകത്വവുമായും അതേപോലെ നക്ഷത്രത്തെ ബന്ധപ്പെടുത്തിയുള്ള അത്ഭുതകരമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഫഇന്നല്ലാഹ തആല ജഅല അൻ-നുജൂമ സീനത്തൻ ലിസ്സമാ. ആകാശത്തിന് അലങ്കാരമാക്കി നക്ഷത്രത്തെ നാം നിശ്ചയിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വസയ്യന്നാഹാ ലിന്നാദിരീൻ. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു പ്രയോഗമാണ്. നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു എന്ന്. അതേപോലെ തന്നെ വബിന്നജ്മി ഹും യഹ്തദൂൻ. ആ നക്ഷത്രങ്ങൾ യാത്ര ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് മരുഭൂമിയിലും കടലിലുമൊക്കെ യാത്ര ചെയ്യുന്ന ദിശയറിയാത്ത ദിക്കറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രം കൃത്യമായ വഴി കാണിക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിന് അലങ്കാരമാണ് നക്ഷത്രങ്ങൾ എന്നതുപോലെ ഫകദാലിക്കൽ വഹ്യു വആസാറുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത വഹിയും ഇതേപോലെ മനുഷ്യന്മാർക്ക്, ഭൂമിയിലുള്ള ആളുകൾക്ക് സീനത്തുൻ ലിൽ അർള്, അത് അലങ്കാരമാണ്, ഭംഗിയാണ്, അവർക്ക് കൃത്യമായ വഴി കാണിക്കുന്നതാണ്. ഫലൗലൽ ഇൽമുൽ മൗറൂസ് അനിൽ അംബിയാ. ആ പ്രവാചകന്മാരിൽ നിന്ന് കിട്ടുന്ന അനന്തരാവകാശമായി എടുക്കുന്ന ഇൽമില്ലായിരുന്നുവെങ്കിൽ,
ധാർമ്മികതയുടെ വെളിച്ചമായി വർത്തിക്കുന്ന ആ അറിവ് ഇല്ലാതെ പോയാൽ കൂരാക്കൂരിരുട്ടിൽ മനുഷ്യന്മാർ അകപ്പെട്ടാൽ എങ്ങനെയിരിക്കും? അതിനേക്കാൾ വലിയ അന്ധകാരത്തിലായിരിക്കും. വഹ്യ് വേണ്ട എന്ന് വെച്ചാൽ, പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ സംഭവിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്നും വിട്ടുപോകാതെ, ഒന്നും മറച്ചുവെക്കാതെ എല്ലാം കൃത്യമായി വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരിച്ചു വിളിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ വിശ്വാസികൾ എല്ലാവരും പറയും, അന്നഹു ഖദ് ബല്ലഗ റിസാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം, റിസാലത്ത്, ആ മെസ്സേജ് എത്തിച്ചു തന്നിട്ടുണ്ട്. വഅദ്ദൽ അമാന, അദ്ദേഹത്തിലെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത്, ആ ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. വനസഹൽ ഉമ്മ, തന്റെ സമൂഹത്തോട് അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടി അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. വജാഹദ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അർഹമായ രീതിയിൽ വളരെ ത്യാഗനിർഭരമായ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത്. ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഒരാളും ഇതിലൊന്നിലും സംശയിക്കുകയില്ല. കാരണം അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൽ പ്രവാചകന് അള്ളാഹു ഏൽപ്പിച്ച ചുമതലയിൽ ഒന്നും ഒരു വീഴ്ചയും കുറവും വരുത്താതെ ആ പ്രവാചകൻ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിൽ അറഫയിൽ വെച്ച് അള്ളാഹു ആയത്തിറക്കിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തി, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, അതിലൂടെ എന്റെ അനുഗ്രഹം, വലിയ അനുഗ്രഹം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ഇടപെടണം, നിങ്ങൾ എങ്ങനെ ചലിക്കണമെന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശമാകുന്ന എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് മതമായി അംഗീകരിച്ച് നിങ്ങൾക്ക് തരികയും ചെയ്തു. അത് പൂർത്തീകരിച്ചതാണ്. ഇനി അതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വെട്ടിമാറ്റേണ്ടതുമില്ല. അള്ളാഹു അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുപോലും മറന്നുകൊണ്ടോ അതല്ലെങ്കിൽ ആലസ്യം കൊണ്ടോ മടി കൊണ്ടോ പറഞ്ഞു കൊടുക്കാതെ, ആളുകളിലേക്ക് എത്തിക്കാതെ മറച്ചു വെച്ചു അല്ലെങ്കിൽ വിട്ടുപോയി എന്ന് ഒരാൾക്കും പറയുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ജീവിതത്തിന്റെ വികലമാന മേഖലകളിലും എല്ലാറ്റിലേക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലും വെളിച്ചം വീശുന്ന പ്രവാചക അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ശത്രുക്കൾ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പരിഹാസ രൂപേണയാണ് എങ്കിലും അവർ പറഞ്ഞു, ഖദ് അല്ലമക്കും നബിയ്യുക്കും കുല്ല ശൈ. സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനത്തിന്റെ കാര്യങ്ങൾ വരെയും. ഒരു വലിയ പ്രവാചകനായിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്, പറഞ്ഞു തന്നിട്ടുള്ളത്. മലമൂത്ര വിസർജനത്തിലെ കാര്യങ്ങൾ വരെയും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അഭിമാനത്തോടു കൂടി പറഞ്ഞു, അജൽ, അതെ, ശരിയാണ്. ലഖദ് നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ല, മലമൂത്ര വിസർജനത്തിന്റെ സന്ദർഭത്തിൽ ഖിബ്ലക്ക് അഭിമുഖമായി ഇരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിലക്കിയിട്ടുണ്ട്. ലിഗായിത്തിൻ ഔ ബൗലിൻ, മലമൂത്ര വിസർജനത്തിൽ ഏത് കാര്യത്തിലുമാകട്ടെ ഖിബ്ലക്ക് നേരെ തിരിയരുത്. അതേപോലെ ഔ അൻ നസ്തൻജിയ ബിൽ യമീൻ, വലത് കൈകൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇടത് കൈയായിരിക്കണം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. ഔ അൻ നസ്തൻജിയ ബി അഖല്ല മിൻ സലാസ, വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ കല്ല് പോലുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ 3-ൽ കുറയാതിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കല്ലുകളാകുമ്പോൾ മിൻ സലാസത്തി അഹ്ജാർ,
ഔ അൻ നസ്തൻജിയ ബിറജീഇൻ ഔ ബിഅൾബിൻ. അതേപോലെ അത്തരം സാഹചര്യങ്ങളിൽ മൃഗങ്ങളുടെ ഉണങ്ങിയ കാഷ്ടം അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, എല്ല് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി സ്വഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ ആ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലാ മേഖലയിലും, അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയും എല്ലാ രംഗങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും നൽകപ്പെട്ടിട്ടുള്ള നാം എന്തുമാത്രം അനുഗ്രഹീതരാണ്. ഇങ്ങനെ ഒരു നബിയെ ലഭിച്ചതിൽ നാം എത്രമാത്രം ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹീതരാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ആ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തി പല ആയത്തുകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ 164-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു സത്യവിശ്വാസികൾക്ക് വല്ലാത്ത ഔദാര്യം, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മനുഷ്യരായ അവരെ പോലെ വികാരങ്ങളും വിചാരങ്ങളുമുള്ള അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചയക്കുക വഴി അവർക്ക് വല്ലാത്ത ഔദാര്യം, അനുഗ്രഹം അല്ലാഹു ചെയ്തിരിക്കുന്നു. യത്ലു അലൈഹിം ആയാതിഹി. പടച്ച റബ്ബിന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആ പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുക്കും. വയുസക്കീഹിം. അവരെ വിമലീകരിക്കും, സംസ്കരിക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആനും ഖുർആനിന് പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹി അഥവാ സുന്നത്തും ആ സമൂഹത്തെ ഓതിപ്പഠിപ്പിച്ച് അവരെ സംസ്കരിക്കുകയും ചെയ്യും. അതിലൂടെ അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തു എന്ന് പറയുന്ന ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 164-ാമത്തെ വചനമായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഈ അനുഗ്രഹത്തിന്റെ വിലയും മഹത്വവും നമ്മൾ അറിയുകയാണ് എങ്കിൽ അത് ഏറ്റവും വലുതും മഹത്തരവുമാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുമ്പോൾ, അക്ബറു നിഅം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് ഉൾക്കൊള്ളുവാനും അറിയുവാനും നമുക്ക് എത്ര കണ്ട് സാധിച്ചിട്ടുണ്ട് എന്നത് നമ്മളോട് ചോദിക്കേണ്ട സംഗതിയാണ്. അനുഗ്രഹങ്ങളുടെ അസലാണ്, അടിത്തറയാണ് എന്നാണ്. ആ പ്രവാചകനെ നമ്മൾ അടുത്തറിയുമ്പോൾ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് എന്ന് കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഒരു മിത്തല്ല, ഒരു ഭാവനയോ സങ്കല്പമോ അല്ല, മറിച്ച് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്, ചരിത്രപരമായ ഒരു വസ്തുതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ നാടും വീടും കുടുംബവും ഗോത്രവും ജനതയും എല്ലാം, ആരാണ്, എവിടെയാണ് അദ്ദേഹം ജനിച്ചത്, ജീവിച്ചത്, അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിൽ ഇന്നും ലഭ്യമാണ് എന്നുള്ളത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നൂറ്റാണ്ടുകൾ 14 കഴിഞ്ഞിട്ട് 1400 വർഷങ്ങൾക്കപ്പുറം ജനിച്ച ഒരു വ്യക്തി, അന്ന് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമില്ല. എന്നിട്ടും ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു, ആ പ്രവാചകന്റെ നിറം എന്താണ്, ആ പ്രവാചകന്റെ ഉയരം, ആ പ്രവാചകന്റെ മുഖകാന്തി, ആ പ്രവാചകന്റെ താടിരോമങ്ങളിൽ എത്രയെണ്ണം നരച്ചിരുന്നു എന്നതടക്കം ഇന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരാൾക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ചരിത്രപരമായൊരു വസ്തുതയാണ്, സത്യമാണ്. അതിന്റെ അവകാശികളാണ് നമ്മൾ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി ആ പ്രവാചകനെ സ്വീകരിക്കുവാനും പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ആ പ്രവാചകന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ അറിഞ്ഞ എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചൂഷണങ്ങളോ കാപട്യങ്ങളോ നാട്യങ്ങളോ ഇല്ലാത്ത ആത്മാർത്ഥതയുടെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു പച്ചയായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശത്രുക്കൾ വരെയും സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഹിർക്കൽ രാജാവിന്റെ മുൻപിൽ വെച്ച് അബൂ സുഫിയാൻ അന്ന് ബഹുദൈവ വിശ്വാസികളുടെ നേതാവാണ്. ആ രാജാവ് ആ കൊട്ടാരത്തിൽ വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ, വിചാരണ ചെയ്യുമ്പോൾ പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, നിങ്ങളുടെ അനുയായികൾ ബാക്കിലുണ്ട്. ആ ആളുകളോട് പറഞ്ഞേക്കണം, ഞാൻ ചോദിക്കുന്നതിന് സത്യമല്ല അയാൾ പറയുന്നതെങ്കിൽ, അയാളുടെ ഉത്തരങ്ങളിൽ കളവും കാപട്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളണം, കളവാക്കണം. എങ്ങനെ അബൂ സുഫിയാനെ പുറംതിരിച്ചു നിർത്തി, അനുയായികളെ ബാക്കിൽ നിർത്തി ഹിർക്കൽ രാജാവ് ചോദിക്കുകയാണ് കുറെ ചോദ്യങ്ങൾ. ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കൃത്യമായ സനദോടുകൂടി, അതിന്റെ പരമ്പരയോടുകൂടി. ഫഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബ്.
ആ പ്രവാചകനെ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഈ പറയുന്ന പ്രവാചകത്വവും ദൈവികമായ വെളിപാടുകളുമൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പറയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ കളവിന്റെ വിഷയത്തിൽ സംശയിച്ച, തെറ്റിദ്ധരിച്ച ഏതെങ്കിലും അനുഭവങ്ങൾ, സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരോട്? ഹിർക്കൽ ചക്രവർത്തി പ്രവാചകന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന അബൂ സുഫിയാനിനോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല എന്നായിരുന്നു. അൽ അമീർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ, പ്രവാചകന്റെ ശത്രുക്കളായി തീർന്ന അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അബൂലഹബും അടക്കമുള്ള ആളുകൾ പ്രവാചകത്വത്തിന് മുമ്പ് വരെയും സ്നേഹത്തോടെ, താല്പര്യത്തോടെ, വാത്സല്യത്തോടെ, ആദരവോടെ വിളിച്ചത് അൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഒന്നും ദീനിയായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാതെ വിട്ടുകളഞ്ഞിട്ടില്ല, മറച്ചു വച്ചിട്ടില്ല എന്ന്. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് അഅലമുന്നാസി ബില്ലാഹി വദീനില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള, ഏറ്റവും ഡെപ്തുള്ള അറിവോടുകൂടിയ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു വിശ്വാസിക്കും സംശയമുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ വഹയി കിട്ടിയ, പടച്ചറബിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ വളർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുന്നാസി ബില്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന ആളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആ പ്രവാചകനേക്കാൾ അറിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? നിസ്സംശയം വിശ്വാസികൾ പറയും ഇല്ല എന്ന്. ആ പ്രവാചകൻ ചെയ്തതിനേക്കാൾ വലിയ തഖ്വയുള്ള, ആ പ്രവാചകനേക്കാൾ വലിയ സൂക്ഷ്മതയും പടച്ചറബിനെ ഭയപ്പെടുകയും ചെയ്യുന്ന വേറൊരു മഖ്ലൂഖ് ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ ഒന്നടങ്കം പറയും, പറഞ്ഞിരിക്കണം, ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പടച്ചറബിനെ ഏറ്റവും അറിയുന്നത്, ആ റബ്ബിന്റെ ദീൻ ഏറ്റവും മനസ്സിലാക്കിയത്, ആ റബ്ബിനെ ഏറ്റവും വഴിപ്പെട്ട് ജീവിച്ചവൻ. വഅൻസഹുന്നാസി ലിഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിയാറുകളോട് ഏറ്റവും ഗുണകാംക്ഷിയുള്ള മനുഷ്യനാരാണ് എന്ന് ചോദിച്ചാലും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലാത്ത മറ്റൊരുത്തരം ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരികയില്ല. വഅസ്ദഖുന്നാസി ഫീമാ ഖാൽ, പറയുന്ന വിഷയത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധത പാലിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലാതെ മറിച്ചൊരു ഉത്തരം വിശ്വാസികൾക്ക് പറയാനില്ല. വഅഫ്സഹുന്നാസി ഫിത്തഅബീർ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ, കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം സ്പഷ്ടമായി, വ്യക്തമായി, തെളിഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളും വേറെ ഉണ്ടായിട്ടില്ല എന്ന് ആ പ്രവാചകന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പറയും. അതുകൊണ്ട് തന്നെ ഫജ്തമഅ ഫീഹി മിൻ സിഫാത്തിൽ ഖബൂൽ അൽ അർബഅ, ഒരു മനുഷ്യന്റെ വാക്കും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കണ്ണും പൂട്ടി സ്വീകരിക്കുവാൻ പറ്റുന്ന 4 ഉത്കൃഷ്ട ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിച്ചിരിക്കുന്നു. ഏറ്റവും അറിവുള്ള വ്യക്തി, ഏറ്റവും വലിയ ഗുണകാംക്ഷി, ഏറ്റവും സത്യസന്ധമായി സംസാരിക്കുന്ന വ്യക്തി, ഏറ്റവും വ്യക്തമായി തെളിഞ്ഞ് ഒളിച്ചുകളികളില്ലാതെ, മറച്ചുകെട്ടുകളില്ലാതെ വ്യക്തമായി സംസാരിക്കുവാൻ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നമ്മുടെ അടുക്കലേക്ക് എത്തിയിട്ടുള്ളത്. ആ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യത്തിലും അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് സംശയം വേണ്ടതില്ല. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മിനല്ലാഹി അർ-റിസാല, ഇസ്ലാമിന്റെ റിസാലത്ത്, മെസ്സേജ്, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹയികളാണ്. വഅലർ റസൂലിൽ ബലാഗ്, അത് എത്തിച്ചു തരിക എന്ന ചുമതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അള്ളാഹു ഏൽപ്പിച്ചത്. ഇത് രണ്ടും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു വഹയിറക്കി, പ്രവാചകൻ നമുക്ക് എത്തിച്ചു തന്നു. ഇനി നമ്മുടെ മേൽ ബാധ്യത എന്താ? വഅലൈന തസ്ലീം വത്തസ്ദീഖ്, ആ കാര്യങ്ങൾ സത്യപ്പെടുത്തി അതിന് കീഴൊതുങ്ങുക എന്നതാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞ് മാറി ചിന്തിച്ചാൽ, മാറി നടന്നാൽ പടച്ചറബ് ഇറക്കിത്തന്ന നമുക്ക് മുന്നിൽ വെച്ച് നീട്ടി ഏറ്റവും വലിയ അനുഗ്രഹത്തെ നാം തട്ടിത്തെറിപ്പിച്ച് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഏറ്റവും വലിയ അബദ്ധവും വിരോധാഭാസവും ബുദ്ധിശൂന്യവുമായ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പഠിക്കുവാൻ തയ്യാറാകണം, അത് പിൻപറ്റുവാൻ നമ്മൾ തയ്യാറാകണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്കാകുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടതാണ് എന്നറിയുന്ന ഒരു പ്രാർത്ഥന, ഒരു ദുആ, അല്ലെങ്കിൽ ഒരു ഹദീസ്, ഒരു മെസ്സേജ് ആയിരക്കണക്കിന് ആളുകളിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കൈമാറുവാൻ സാധിക്കുന്ന ടെക്നോളജി നമ്മുടെ കൈകളിലുണ്ട്. അത് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി പുണ്യം ആഗ്രഹിക്കുവാൻ നമ്മൾ സാധിച്ചാൽ, നമ്മൾ നിയ്യത്ത് വെച്ചാൽ എത്രയോ പുണ്യം നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനപ്പുറത്ത് ദീൻ എന്നത് നമ്മൾ നാട്ടിൽ കാണുന്നതും കേൾക്കുന്നതുമല്ല, കണ്ടതും കേട്ടതുമല്ല, ഓരോ നാട്ടിലും നടക്കുന്നതുമല്ല ദീൻ. മറിച്ച് വദ്ദീനു മാ ശറഅഹു അല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു മതമായി പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി നമുക്ക് പറഞ്ഞു തന്നത്, അതാണ് ദീൻ. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയുന്ന കാര്യങ്ങളാണ് ദീൻ. വിശ്വാസ കാര്യങ്ങളുണ്ട്, അതിൽ ഇബാദാത്തുകൾ, ആരാധനാകർമ്മങ്ങളുണ്ട്, മുആമലാത്തുകൾ, മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകളുണ്ട്, അഹ്കാമുകൾ, നമ്മൾ സ്വീകരിക്കേണ്ട അനുവദനീയവും നിഷിദ്ധവുമായ കാര്യങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞു തരുന്ന കൃത്യമായ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിലുണ്ട്, അഖ്ലാഖ്, സ്വഭാവങ്ങളുണ്ട്, എല്ലാം. ഇതെല്ലാം കൂടുന്ന ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് കൈമാറിയിട്ട് പറഞ്ഞു, തറക്തുക്കും അലാ മിസ്ലിൽ ബൈളാ, പ്രകാശപൂരിതമായ തെളിഞ്ഞ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് വഫാത്തായി പോകുമ്പോൾ നിങ്ങൾ അനാഥരല്ല, നേതൃത്വമില്ലാത്ത ഇടയന്മാരെ പോലെ അലഞ്ഞു തിരിയേണ്ടവരല്ല നിങ്ങൾ. ലൈലുഹാ കനഹാരിഹാ, രാവ് പോലും പകലിന് സമാനമായ വ്യക്തതയുള്ള തെളിമയാർന്ന മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടു പോയിട്ടുള്ളത്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, ആ നേർമാർഗത്തിൽ നിന്ന് ആരെങ്കിലും തെറിച്ചു പോകുന്നുവെങ്കിൽ, തെറ്റിപ്പോകുന്നുവെങ്കിൽ സ്വയം നശിച്ചവരല്ലാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. എത്രയോ അറിവുകൾ നമ്മൾ തേടിപ്പിടിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏതെങ്കിലും ആശയം പഠിക്കുന്ന വിഷയത്തിൽ, അന്വേഷിക്കുന്ന വിഷയത്തിൽ നമുക്കത്ര താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആ നേർമാർഗത്തിൽ നിന്ന്, സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റി നരകത്തിന്റെ പാതയിലേക്ക് പോകാൻ യാതൊരു മടിയും യാതൊരു ഭീതിയും യാതൊരു ഗൗരവവും കാണാത്ത രീതിയിൽ സ്വയം നശിച്ചവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു, എന്ത് പറഞ്ഞു തന്നു എന്ന് അന്വേഷിച്ച് പഠിക്കാൻ ഏത് വിഷയത്തിലും നമുക്കിന്ന് സൗകര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കണം. കേട്ടുകേൾവി, ഊഹാപോഹങ്ങൾ, അന്ധമായ അനുകരണങ്ങൾ എല്ലാം മാറ്റിവെച്ച്, എന്റെ വാപ്പയും ഉമ്മയൊക്കെ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ, വെള്ളിപ്പായൊക്കെ ആയിട്ട് അങ്ങനെയാണ് ചെയ്തു വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല ദീനിയായ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടത്. ഭൗതികമായ എത്രയോ വിഷയങ്ങളിൽ നമ്മൾ തിരിച്ചറിവിലൂടെ പലതും മാറ്റി തിരുത്തി. എങ്കിൽ ദീനിയായ വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഖബർ കെട്ടി ഉയർത്തുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളില്ല എന്ന് മാത്രമല്ല, ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലടക്കം ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ പല ഖബറിന്റെയും പൂജാരികളും അതിന്റെ ശുശ്രൂഷകരും അതിന്റെ വരുമാനം പറ്റുന്നവരുമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ നല്ലൊരു ശതമാനം ആളുകളും. അവർക്കെന്തേ പ്രവാചകത്വം മനസ്സിലാകാഞ്ഞിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? പ്രവാചകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഇല്ല, അത് ഊഹാപോഹങ്ങളുമായും അന്ധമായ അനുകരണങ്ങളുമായും നാട്ടിൽ നടക്കുന്നതുമൊക്കെയായി അങ്ങനെ അങ്ങ് സ്വീകരിച്ചു വരികയാണ്. അതിനപ്പുറത്ത് ദീൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം, അത് പിൻപറ്റുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹയായി ലഭിക്കുന്നത് പിൻപറ്റാനാണ്. ഖുർആൻ ആവർത്തിച്ച് പല ആയത്തുകളിലൂടെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹയായി കിട്ടുന്നതല്ലാത്ത ഒന്നും ഞാൻ പിൻപറ്റുന്നില്ല എന്ന്. അപ്പൊ ആരെയെങ്കിലും ഒക്കെ നോക്കി ആരൊക്കെയുണ്ട് അതിന്റെ കൂടെ, ഭൂരിപക്ഷം എവിടെയാണ് എന്നൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിന്റെ വഹിയിൽ അതുണ്ടോ എന്ന് അന്വേഷിക്കാൻ സാധിക്കണം. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കുവാനും അത് ബോധ്യപ്പെടുമ്പോൾ പിൻപറ്റുവാനുമുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ, മൂന്നാമതായി നമുക്ക് വേണ്ടത് ആ തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലാണ്. നാടോടുമ്പോൾ നടുകയോടുക എന്നതിനപ്പുറം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്,
ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചറബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറയാറുണ്ടായിരുന്നു. അതേപോലെ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ സാധാരണ നമ്മൾ ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അല്ലാഹുമ്മ ബഅഇദ് ബൈനി വ ബൈന ഖത്തായായ, അല്ലെങ്കിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി. ഇങ്ങനെ ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന പലതും ചെല്ലാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കാരത്തിൽ ചൊല്ലിയ പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ ആശയത്തിലുള്ളതാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീൽ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് അൻത വലിയി ഫാത്തിറ അസ്സമാവാതി വൽ അർദ് ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്. അല്ലാഹുവേ, നിന്റെ അടിമകൾ, നിന്റെ അടിയാറുകൾ സത്യത്തിന്റെ വിഷയത്തിൽ ഭിന്നിച്ച് ഏതിലെല്ലാം അഭിപ്രായ വ്യത്യാസത്തിലായി പോയിട്ടുണ്ടോ അതിലൊക്കെ സത്യത്തിന്റെ വഴിയിലേക്ക് എന്നെ നീ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കാരം തുടങ്ങാറ്. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവരെ നീ സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ പാതയിലൂടെ നിന്റെ അടുക്കലേക്ക് എത്തിക്കും. ആ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ബോധ്യപ്പെടുന്നത് സ്വീകരിക്കുവാനുള്ള ആർജവവും നമുക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു വിഷയത്തിലും നാം ഉഴറുകയോ സംശയിക്കുകയോ തെറ്റിദ്ധാരണയിലകപ്പെടുകയോ ചെയ്യുകയില്ല. ആത്മാർത്ഥമായി ദീൻ പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഇസ്ലാം ഇത്രമാത്രം വ്യക്തമായി നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടും അതിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുവാനുള്ള പ്രധാനമായൊരു സംഗതി സമൂഹത്തിൽ നല്ലതാണ് എന്ന് തോന്നി ചെയ്യുന്ന ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഖുർആനും ഹദീസുകളും നമ്മെ തെര്യപ്പെടുത്തുന്നു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 21-ാമത്തെ ആയത്താണ്. അം ലഹും ശുറകാഉ, അല്ലാഹ് ചോദിക്കാൻ, അവർക്ക് ശരീക്കന്മാർ, പങ്കാളികൾ ഉണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, മതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിയമമാക്കി അവർക്ക് നിശ്ചയിച്ചു കൊടുക്കാൻ അല്ലാഹയല്ലാത്ത വേറെ പങ്കാളികൾ അവർക്കുണ്ടോ? അഥവാ ശിർക്ക് ചെയ്യുന്നവർ ഒരർത്ഥത്തിൽ, ബിദ്അത്ത് ചെയ്യുന്നവർ ഒരർത്ഥത്തിൽ, മുശ്രിക്കുകളെ പോലെ അല്ലാഹു അല്ലാത്തവരെ നിയമനിർമ്മാതാക്കളായി അംഗീകരിച്ച് ഹലാലും ഹറാമും നിശ്ചയിക്കാൻ, മതപരമായ കാര്യങ്ങൾ ഏതെന്ന് പറഞ്ഞു തരാൻ ഒരു പങ്കാളിയെ സ്വീകരിച്ചവരെ പോലെയാണ് എന്നർത്ഥം. അപ്പൊ അള്ളാഹു നമുക്ക് മതപരമാക്കി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നല്ലതല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നി ചെയ്താൽ അതിനാണ് മതത്തിൽ ബിദ്അത്ത്, അനാചാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്, എല്ലാ പള്ളികളുടെയും മിമ്പറിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്. ഹദീസുകളിലൂടെ വന്ന വാചകങ്ങളാണത്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും പുത്തനാചാരങ്ങളും ദലാലത്തുകളാണ്, വഴികേടുകളാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, ആ വഴികേടുകളൊക്കെ ചെന്നെത്തുന്നത് നരകത്തിലാണ് എന്ന് ഉത്ബോധിപ്പിച്ചു. ഒരു തവണയല്ല, ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പിശാചിന് ഒരു മനുഷ്യനെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബിദ്അത്ത് ചെയ്യിപ്പിക്കുക എന്നതാണ്. കാരണം ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു ഹറാമായ കാര്യം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ അല്പമെങ്കിലും ഈമാനിന്റെ കണികയുണ്ടെങ്കിൽ കുറ്റബോധം ഉണ്ടാകും. ആളുകൾ കാണാതെ ഒളിച്ചും പാത്തും ആയിരിക്കും അയാൾ ചെയ്യുക. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളോ വലിയ അഭിമാനത്തോടെ വലിയ പുണ്യം ചെയ്യുന്ന പ്രതീതിയിലായിരിക്കും ചെയ്യുക. ചെയ്യാത്തവരെ കുറിച്ച് അവരുടെ മനസ്സിൽ മോശമായ വിചാരമായിരിക്കും. ഹറാമുകളാണെങ്കിൽ നേരെ തിരിച്ചു. അതുകൊണ്ട് ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തും ഫിദ്ദീനി മുഖ്തറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രമാണങ്ങൾ പറഞ്ഞു തരാത്ത, മതത്തിൽ പുതിയതാക്കി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ വഴികൾക്കും പറയുന്ന പേരാണ് ബിദ്അത്ത്. തുലാഹി ശരീഅ, മത നിയമങ്ങളോട് സാദൃശ്യം തോന്നുന്ന, അത് പുണ്യമാണ് എന്ന് കരുതി ആചരിക്കുന്ന എല്ലാ സംഗതികൾ, അത് അഖീദയിൽ ഉണ്ടാകും, വിശ്വാസകാര്യങ്ങളിൽ ഉണ്ടാകും, കർമ്മങ്ങളിൽ ഉണ്ടാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകമായ അദ്കാറുകൾ നമ്മൾ പല ആളുകളും ചെയ്യുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? നൂറുകണക്കിന് ഹദീസിന്റെ കിതാബുകളുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ ഹദീസായി അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. അത് മഫാസിലൂടെ, മനാസിക്കിലൂടെ ഒക്കെ ഉസ്താദ് പറഞ്ഞു തന്ന് ഞങ്ങളിങ്ങനെ ടിവിയിൽ നിന്ന് കേട്ടുപഠിച്ചതാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ കേട്ടുപഠിച്ചതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒറ്റ ദിക്റുകളും ഇതേപോലെയുള്ള പുതുതായി ഉണ്ടാക്കുന്ന ബിദ്അത്തിന്റെ ദിക്റുകൾ ഒന്നും നമുക്ക് പുണ്യം ലഭിക്കുന്ന സംഗതിയല്ല. മറിച്ച് സ്വർഗത്തിൽ നിന്നും പടച്ചറബിൽ നിന്നും അകറ്റുന്ന തിന്മകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ പൊതുവിൽ മതം അംഗീകരിച്ച കാര്യങ്ങൾ തന്നെ അതിന് പ്രത്യേകമായ രൂപവും കോലവും നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ആചരിക്കുമ്പോൾ അതും ബിദ്അത്താണ്. എങ്ങനെ? ഖുർആൻ നമുക്ക് എപ്പോഴും ഓതാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ അദ്കാറുകൾ, ദിക്റുകൾ നമുക്ക് എപ്പോഴും ചൊല്ലാം. പക്ഷെ അതിന് പ്രത്യേകമായ ഒരു രൂപം അല്ലെങ്കിൽ ഒരു സമയം, ഒരു കോലം നമ്മൾ നിശ്ചയിക്കുന്നുവെങ്കിൽ എല്ലാവരും വ്യാഴാഴ്ച ഒരുമിച്ച് കൂടണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഒരുമിച്ച് കൂടണം, അല്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പ് പള്ളിയിൽ 10 മിനിറ്റ് നേരത്തെ വന്ന് വട്ടം കൂടിയിരിക്കണം, എന്നിട്ട് ഈ ദിക്റുകൾ നമ്മൾ പറയും. ദിക്റ് നോക്കുമ്പോൾ ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. പക്ഷെ ഈ രൂപവും കോലവും ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, സഹാബത്താരും ചെയ്തതല്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് ബിദ്അത്ത്. അതേപോലെ മയ്യത്തെടുക്കുമ്പോൾ പ്രത്യേകമായ ദുആ പല വീടുകളിൽ നമ്മൾ കാണാറുണ്ട്. സംഘമായുള്ള ദുആ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. മയ്യത്തെടുക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരശേഷം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ദിക്റല്ലേ? അത് ഖുർആനിൽ വന്ന ദിക്റല്ലേ അയാൾ പറഞ്ഞത്? ഹദീസിൽ വന്ന ദിക്റല്ലേ? ശരിയാണ്, ദിക്ർ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ആ പ്രത്യേകമായ രൂപത്തിലും കോലത്തിലും ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് മാതൃകയില്ല. അതേപോലെ തന്നെ ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകമായ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ, ശഅബാൻ 15 കഴിഞ്ഞാൽ പ്രത്യേകമായൊരു നോമ്പ്, റജബ് മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച, ഇന്ന് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പം മഗ്‌രിബ് ഇശാ നമസ്കാരത്തിന്റെ ഇടയിൽ പ്രത്യേകമായൊരു നിസ്കാരം, സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ, ഇങ്ങനെ പലതും പല ആളുകളും ചെയ്യാറുണ്ട്. കുല്ലു അമലിൻ ലം യഅമൽഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ വുജൂദിൽ മുഖ്തളി ലഹു. സാഹചര്യങ്ങൾ തേടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യവും, വഅദ്മിൽ മാനിഅ മിൻ ഫിഅലിഹി, അത് ചെയ്യാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല, എന്നിട്ട് നബി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫഫിഅലുഹു ബഅദ ദാലിക ബിദ്അ, എന്നാൽ നമ്മളായിട്ട് അത് ചെയ്യുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്. എങ്ങനെ? റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. റജബ് 27 കടന്നുപോയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒരു നോമ്പോ ഒരു നിസ്കാരോ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. രോഗമായിട്ടോ യാത്രയായിട്ടോ വേറെ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നിരിക്കെ നമ്മളായ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, അതിനും പറയുന്ന പേരാണ് ബിദ്അത്ത്. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. റജബ് മാസത്തിലാണ് നമ്മളെന്ന് പറഞ്ഞല്ലോ. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളിൽ പ്രത്യേകമായ നിസ്കാരം, പ്രത്യേകിച്ച് റജബ് മാസത്തിൽ പ്രത്യേകമായി നിസ്കാരം നിർവഹിക്കുന്ന, സലാത്തുർ റഗായിബ് നിർവഹിക്കുന്ന ആളുകളുണ്ട്. റജബ് മാസത്തിൽ പ്രത്യേകമായി ഉംറക്ക് പോകുന്ന ആളുകളുണ്ട്. റജബ് 27 മിഅ്റാജ് ഡേ ആയി ആചരിക്കുന്ന ആളുകളുണ്ട്. ഇതിനൊന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ തെളിവില്ല. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തെളിവുകളില്ല. മറിച്ച് ആ മാസങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലാ തളിമു ഫീഹിൻ, ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ നിങ്ങൾ അന്യായം, ദുൽമ ചെയ്യരുത് എന്നാണ്. ഒരു കാലത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുൽമ ചെയ്യാൻ പാടില്ല. കാരണം ഫഇന്നൽ ദുൽമ ദുലുമാതു യൗമിൽ ഖിയാമ, നാം കാണിക്കുന്ന അക്രമം, അന്യായം, അത് പരലോകത്ത് ഇരുട്ടായി ഘനീഭവിച്ച അന്ധകാരമായി നമ്മുടെ കൂടെ കൂട്ടിനുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഈ ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. ബിദ്അത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ദുൽമാണ്. അത് ചെയ്യാതിരിക്കാൻ, വരാതിരിക്കാൻ ജാഗ്രത വേണം. അതേപോലെ മറ്റുള്ളവരെ സംബന്ധിച്ച് ദുഷിച്ചു പറയുന്ന ഗീബത്തും നമീമത്തും പറയുന്നതുണ്ടെങ്കിൽ മറ്റ് മാസങ്ങളിലും ദിവസങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ വലിയ ഗൗരവത്തോടുകൂടി ഇത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹറാമുകളായ ഓരോ കാര്യത്തിലും അത് വേണം. ഇങ്ങനെ ബിദ്അത്തുകൾ, തിന്മകൾ ഒഴിവാക്കിക്കൊണ്ട് ദുൽമില്ലാതെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജാഗ്രത പാലിച്ച് ജീവിക്കുകയാണ് ഈ മാസത്തിലും ദിവസങ്ങളിലും വേണ്ടത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിനെ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ആ ദീനനുസരിച്ച് ജീവിക്കുവാനും അവസാനം ആ ദീനിന്റെ സത്യമാർഗത്തിലായിക്കൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.